നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയും ദുൽഖർ സൽമാനും ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. അവർക്ക് ഇതുവരെ അത് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ കാണാനിടയായി. വളരെ മനോഹരമായി അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. സൈമണച്ചോ, നമുക്ക് ആത്മക്കാരുടെ മണി അടിച്ചാലാ? ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല ജെയിംസ്. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല. താൻ ഈ ഡി കമ്പനിന്ന് കേട്ടിട്ടുണ്ടോ? ബഡാരാജൻ ചോട്ടാരാജൻ കേട്ടിട്ടുണ്ടോ? അതിലെ ചോട്ടാരാജനാണ് ഇവൻ. മുംബൈ അണ്ടർവേൾഡിൽ അയാൾക്കൊരു ഓമന പേരുണ്ട്, നമ്മുടെ ഗ്രേറ്റ് ഫാദറിന്റെ ഗ്രേറ്റ് സൺ, സൺ ഓഫ് ഷേർ, സിംഹകുട്ടി. The superstar of South Indian cinema. His name is Salman. Welcome Salman. രാവണനായ അവനെ നേർക്കുനേർ ഇല്ലാതാക്കാൻ ഒരു മഹാ അവതാരം തന്നെ വേണ്ടിവരും. വർമ്മ ആരെ ഉദ്ദേശിക്കുന്നു? ദി മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് പോയിസണസ് സ്നേക്. ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാമെന്ന് പറഞ്ഞു. ആ കാണുന്ന കക്ഷി കുബേറിന് പോലും കടം കൊടുക്കാൻ ആസ്തിയുള്ള സുൽത്താനാണ്. നാട്ടിലെ മുഖ്യന്റെ പവർ. ഇവൻ എന്ത് ചിന്തിക്കുമെന്നോ പ്രവർത്തിക്കുമെന്നോ പറയാൻ പറ്റില്ല. ഞെരുങ്ങാൻ വിഷമമുള്ള ഏതാണ്. മോനെ, ഗാലറിയിൽ നിന്ന് ഗോളടിക്കാൻ എളുപ്പമാണ്. കളി കാണാൻ ശരിക്കും കളിക്കണമെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. ആദ്യം നീ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പഠിക്കും. നീയും തിരിച്ചറിഞ്ഞല്ലോ അല്ലേ? അവനെന്നും അവന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയ നടനാണ്. ഇത്രയും നാളായിട്ട് അവനെ വെച്ചൊരു പടം എടുക്കുന്നു ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ദുൽഖറിനെ വെച്ചിട്ട് ഞാൻ തനിയെ അഭിനയിച്ചു, അവൻ തനിയെ അഭിനയിക്കട്ടെ. മമ്മൂട്ടി റെക്കമെൻഡ് ചെയ്തേയില്ല. പക്ഷെ നമുക്ക് തെറ്റി. അവനപ്പോ അവിടെ നിന്നേ കളി തുടങ്ങി. അയാൾ പറഞ്ഞത് ശരിയാണ്. റിസ്ക് അതെന്റേത് മാത്രമാണ്. അവസാനമായി ഒന്നുകൂടെ ഞാൻ ആ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. താൻ ഈ സാധാരണ പറയും. ദുൽഖർ എന്ന് പറയുന്നത് അയാൾ മലയാള സിനിമയ്ക്ക് ഒരു വലിയ അസറ്റായി. അയാളെ ഇനി ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. മലയാള സിനിമയ്ക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സീറ്റ് അയാൾ ഉണ്ടാക്കിയെടുത്തു. അത് വാപ്പയുടെ കെയർ ഓഫിലൊന്നും അല്ല. ദുൽഖർ എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക, മലയാള സിനിമയുടെ ഒരു അസറ്റാണ്. കാരണം ആ ചെറുപ്പക്കാരന് എത്ര റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇന്ത്യൻ ഭാഷയിലെല്ലാം വരികയാണ് ദുൽഖർ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. ഈ കേസ് നിർത്തിയെടുത്തു. നിനക്ക് എന്താ വേണ്ടത്? നിന്റെ ഒക്കെ ടൈം കഴിഞ്ഞു. നീ പോയി വല്ല സെക്കൻഡ് പാർട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ട് വാ. അപ്പൊ നോക്കാം. കുമാരേ, അതങ്ങ് തീർക്കടാ. നമ്മളെല്ലാരും കാണാൻ കുറിച്ചൊരു സംഭവം ഇപ്പൊ നടക്കാൻ പോവാ. വെട്ടി കീഴട അവന്റെ കണക്ക് പുസ്തകം. കൊടിയേറി മക്കളെ, എന്റെ ചെറുക്കനോട്ടാ ഓരേ അപ്പാ. ഈ ഹാപ്പി നമുക്കൊന്ന് ഫെസ്റ്റിവൽ ആക്കണ്ടേ? എവർഗ്രീൻ ഹീറോ അല്ലേ അപ്പ? ഈ പൊളിക്കലാവന്മാർ ആളെ പറ്റിച്ചതിൽ അഹങ്കരിക്കണ്ട. ഓർമ്മയുണ്ടോ ദൈവത്തിന്റെ പേരിലൊരുത്തും തന്നെ പണി? മമ്മൂട്ടിയുടെ കാലം കഴിഞ്ഞു. തിയേറ്ററുകളിൽ ആളെ എത്തിക്കാൻ മമ്മൂട്ടിക്ക് സാധിക്കുന്നില്ല എന്ന രീതിയിലും സംസാരമുണ്ടായിരുന്നു കേരളത്തിൽ. ആ കേസ് ഞാൻ തീർപ്പാക്കിയതാണല്ലോ. നീയൊന്നും കാണാത്ത, നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് പൈലിച്ചേട്ടായ കോച്ചേരിക്കാര് പറഞ്ഞപ്പോ ലോ കോളേജിൽ നിന്ന് വന്ന മൈക്കിളിനെ. ചേട്ടായിയുടെ ശവമെടുപ്പ് കഴിഞ്ഞ് ആരോടും പറയാതെ അലിയെയും കൂട്ടി ഒറ്റ പോക്കായിരുന്നു കോച്ചേരി തറവാട്. നേരം വെളുക്കുന്നതിന് മുമ്പ് പൈലിച്ചേട്ടായിയെ തട്ടി രണ്ട് കോച്ചേരിക്കാര് പിള്ളേരുടെ തല കൊച്ചിക്കായലിൽ പൊട്ടി. ആൾക്ക് 3 വെച്ച് കിട്ടും. കോൺഗ്രസ്
മമ്മൂട്ടിയുടെ ഒരു യങ്സ്റ്റേഴ്സിന്റെ കൂടെയാന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും മമ്മൂട്ടിയുടെ യങ്സ്റ്റേഴ്സിനോട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചങ്ങായിട്ടുള്ളത് മമ്മൂക്കയായിരിക്കും. മതിയും കഴിഞ്ഞ് ചോരയെ കുളിച്ച് അപ്പന്റെ മുമ്പിൽ നിന്നിരിക്കുന്ന മൈക്കിൾ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ടോ മനസ്സിലായി. ആ മൈക്കിളെ കണ്ടിട്ടില്ലേ, നീയൊന്നും വായ ഉറപ്പില്ലായിരുന്നു. വിചാരിച്ച അവന്റെ ഒരു രോമത്തെ പോലും തൊടാൻ പറ്റുമോ? അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. എന്റെ പിള്ളേരെ തൊട്ട് കളിക്കരുത്. കളിച്ചാൽ ഞാൻ കളി പഠിപ്പിക്കും. കൺകുറ്റുള്ളവരുണ്ടെങ്കിൽ വാഴാം അടിച്ചോടിക്കണം. ഇനി നീ ചരച്ച അങ്ങ് സ്പേശത്തോട്ട് വന്നിട്ട് കണക്കിറങ്ങി തീർക്കും. ഏത് പുണ്യാത്മാവിന്റെ മകനാണോ അവൻ? അവൻ നിൽക്കില്ല. അവൻ കരുതിക്കൂട്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന മകനാണ്. സാർ, കുറ്റപത്രം തയ്യാറായിട്ടുണ്ട്. അവനെ കൂട്ടണം സാറേ. അവൻ കള്ളനോ കൊലപാതകയോ മദ്യപാനിയോ ഒക്കെ ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് ഈ ലോകത്ത് സ്വന്തം പറയാമെന്ന് മാത്രം. ചരിത്രം ആവർത്തിക്കാമല്ലോ. അന്നൊന്നും ഒരു നിഴൽ പോലെ എൻ്റെ കൂടെ നടന്നിട്ടുണ്ട്. ഒന്നും ആഗ്രഹിക്കാതെ, ഒന്നും ചോദിക്കാതെ. അവന് വേണ്ടി ഇന്നുവരെ ഒന്നും ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. നാളിതുവരെ ഞാൻ നേടിയത് ഇനി നേടാനുള്ളതുമല്ല അവന് വേണ്ടിയുള്ളതാണ്. അപ്പനാണപ്പ ലോകത്തിലെ ഏറ്റവും നല്ല. What do you think is your secret to success and your secret to good looks? അത് രണ്ടിനും എന്റെ പാപ്പച്ചി, എന്റെ ഗുരു, അതില്ലാതെ എനിക്ക് ഞാൻ ഈ വേദിയിലുണ്ടാവില്ല, നിൽക്കില്ല. നിങ്ങളൊക്കെ പോലെ തന്നെ ഞാൻ അത്ര വലിയൊരു ഫാൻ ബോയാണ്. ബിലാലിന് ഡിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദിച്ചിനോട് നിൽക്കുന്നുണ്ട്. എനിക്ക് ബിലാൽ ആദ്യം ഉണ്ടോ അല്ലേ എന്ന് ഒരു കോൺഫർമേഷൻ എനിക്ക് തന്നെ കിട്ടിയിട്ടില്ല. അവർ രണ്ടുപേരും എന്താ ചെയ്യാൻ പോകുന്ന അവർക്ക് അറിയാവുള്ളൂ. എവിടെയെങ്കിലൊക്കെ ഞാനിങ്ങനെ പിടിച്ചു കയറാൻ നോക്കും. സമ്മതിക്കുന്ന അറിയില്ല. അവിടെ ഒറ്റക്ക് നിൽക്കണ്ട, പണി കിട്ടും. കൂടെ വന്ന് തടി കേടാതെ നോക്കാം. അയാൾ പറഞ്ഞത് ശരിയാണ്. ഇന്ന് വരെ ഒരു രാജരക്തവും ജയിലിൽ കിടന്നിട്ടില്ല. ഉറപ്പ് അയാൾക്ക് ഇനി സ്വസ്ഥമായ അരങ്ങൊഴിയാണ്. ഇനി അങ്ങോട്ട് അലക്സാണ്ടറിന്റെ കാര്യമാണ്. ആചാരപടിക്കുക ബെസ്റ്റ്. ഉറപ്പിനുള്ള പരിപ്പൂടെയും ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല.